പിൻപാസിലേക്കുള്ള ആദ്യ ദിവസ യാത്ര തുടങ്ങണം. ബർഷൈൻ മുതൽ കീർഗംഗ വരെയുള്ള 10 കിലോമീറ്റർ ഉള്ള യാത്രയാണ്. ലാൻഡ് സ്ലൈഡ് കാരണം പല സ്ഥലങ്ങളിലും റോഡിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇവരാണ് പോർട്ടർമാർ. ഈ നാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നവരും മുകളിലെ സാധനങ്ങൾ താഴേക്ക് എത്തിക്കുന്നവരാണ് അവർ. ആപ്പിളിന്റെയും അനാറിന്റെയും ഒരുപാട് തോട്ടത്തിന്റെ ഇടയിലൂടെ ആയിരുന്നു ആദ്യത്തെ ദിവസത്തെ പകുതിയിലേറെ യാത്രയും. ഒരുപാട് നടക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും. ഇനി എൻ്റെ ടീമിലെ ആളുകളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് പോൾ ആൻഡ് പീറ്റർ ഫ്രം ആംസ്റ്റർഡാം, പ്രിൻസ് ഫ്രം ഡൽഹി ആൻഡ് യെൽക ഫ്രം സ്ലോവേനിയ. ഇടക്കാല ആശ്വാസത്തിന് കരുതുന്നതാണ് ബിസ്ക്കറ്റ്, മാസ, പിന്നെ എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. റെസ്റ്റ് കഴിഞ്ഞ് പിന്നെയും യാത്ര തുടങ്ങി. നടത്തം തന്നെ നടത്തം. ഇതുപോലത്തെ ചില ഗ്രാമങ്ങൾ കടന്നു വേണം കീർഗംഗ എത്താൻ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളങ്ങളാണ് ഇനി യാത്രക്കിടെ കുടിക്കാൻ കിട്ടും. ഓരോ റെസ്റ്റ് പോയിന്റുകളിലും ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. ഇവരാണ് നമ്മുടെ ടീമിലെ വോട്ടർമാർ. വോട്ടർമാരെന്ന് പറയില്ല, ഷെയർപാസ് പറയും. ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് താഴെ നിന്ന് അരി, സാധനങ്ങൾ, മറ്റ് ടെൻറ്റുകൾ, മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ ക്യാരി ചെയ്യുന്നവർ. നമ്മൾ പോകുന്ന അതേ റൂട്ടിൽ ഇവർ യാത്ര ചെയ്യണം. How are you feeling, Danish bhai? Are you dead already? You seem dead already.
ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഒരുപാട് ദൂരം യാത്ര ഈ കാട്ടിലൂടെയാണ്. ഇതാണ് നമ്മുടെ ആശാൻ ഹിഷാം, ഫുൾ പവർ എനർജി മാൻ. ആശാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ട്രിപ്പിന് വന്നത്. എന്നെ പെടുത്തിയ ആളാ. All good. Full power, 24 hours. Done, done. No shower, no toilet. Chalo. റെസ്റ്റ് ആണ് നമ്മുടെ മെയിൻ. കുറച്ച് നടക്കുക, കൂടുതൽ റെസ്റ്റ് എടുക്കുക. അതിനിടയ്ക്ക് തന്ന പാക്കേജിലുള്ള ചെറിയ ചെറിയ സ്നാക്സുകൾ കഴിക്കും. വീണ്ടും നടത്തം തന്നെ. പല സ്ഥലങ്ങളിലും മരങ്ങൾ വീണിട്ടുണ്ട്. അതൊക്കെ കയറി കിടന്നിട്ട് വേണം പോവാൻ. ഇതാണ് മറ്റൊരു ബുദ്ധിമുട്ട്. ലാൻഡ് സ്ലൈഡ് കാരണം നേരെ ഉണ്ടായിരുന്ന റോഡുകളൊക്കെ നശിച്ചു. ഇനി ഇതുപോലെ പറ്റിപ്പിടിച്ച് വേണം പോവാൻ. കാലൊന്ന് തെന്നിയാ താഴെ. പിന്നെ നമ്മളെ കൂടെയുള്ള ലീഡേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ ഇതുപോലത്തെ ഓരോ പാതകളപ്പുറത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ പണ്ടേ പേടി കുറച്ച് കൂടുതലായതുകൊണ്ട് അവരൊക്കെ കടന്നു പോയിട്ടും ഞാൻ അവിടെ തന്നെ സ്റ്റക്കായി. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മുടെ ലീഡർ ശുഭം ഭായി പിടിച്ചപ്പുറത്തിച്ചു. അങ്ങനെ കീർഗംഗ എത്താൻ പോകുന്നു. ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ അവസാനം നമ്മൾ ഇതുപോലത്തെ ഒരു സ്ഥലം കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. നമ്മളിപ്പോ കീർഗംഗ എത്തി. ഫസ്റ്റ് സ്റ്റോപ്പ്, അതായത് ഈ ട്രെക്കിലെ ആദ്യത്തെ സ്റ്റേ വരുന്നത് കീർഗംഗയിലാണ്. ആ ട്രെക്ക് നമ്മളിതാ ഏകദേശം ഒരു 3 മണി 3:30 ആയ സമയത്ത് ഇവിടെ എത്തി വൈകുന്നേരം. സിയാർ it was too difficult.
സത്യം പറഞ്ഞാല് ശരിക്ക് ക്ഷണിച്ച് നാളെ എനിക്ക് പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല. But ഈ സ്ഥലം ഞാൻ നടന്നെത്തിയപ്പോഴേക്കും നമ്മളെ ടീം വാം ഡൗൺ ചെയ്യാൻ തുടങ്ങി. ആർക്കും വലിയ ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് ഇത്രയും വലിയ പണിയെടുത്തു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവുന്നത് നല്ലതാ. So guys, how was the experience? Good. Huh? It's good? Recommend. Yeah. Yeah, super cool. Oh. Good. Yeah, more to go. Yeah, much more. Much more. Easy there, yeah? Yeah, exactly. Yeah, vibe is good. And what did you think? Good. Good? Yeah, we got all kind of adventure because of that landslide. Yeah. Yeah, that was too bad. Yeah. Did you see? ഇവിടെ എത്തിയാക്കിട്ടൊരു സുഖമുണ്ട്. ഐഷ്. ये ज्यादा हल्के पर कच्चा है ये। क्या देख रहे? मसल मेरे पास भी है थोड़ा. ട്രെക്കിംഗ് ഷൂട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വേദന, അത് അയച്ചാൽ കിട്ടുന്നൊരു സുഖമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയ തോന്നിയ രണ്ടെണ്ണം ഈ സാധനത്തിൽ. 60 വയസ്സുണ്ട്, 60 years old. Peter and Paul from Amsterdam. See guys, for them this hike was so simple and for me it was so difficult. You guys are motivation, man. Seriously. Hey. My personal photographer. I'll be happy. Yeah. What you are writing? All travel stories? It's a travel diary. Oh, nice. So I'm writing down what happens today. It's in Slovenian, so I don't know. It's okay. Oh my God. Nice. Carry on. ഇനി നമുക്ക് കീർഗന്റെ കഥ കേൾക്കാം. എങ്ങനെയാണ് കീർഗംഗ എന്ന പേര് വന്നത്? Not sure. You know, again 200 meters from there. And it has some story. I just wanted to ask you about the story. Okay, tell us the story Yeah, then. the story is actually, you know, the god Shiva. Shiva has 2 children. One is Ganapati, that elephant, you know, and another one is Kartik. So one day Ganapati asked to Shiva, in our 2 children, who is smart? So Shiva said, you both are, you know, very good for me, you know, saying, well, you just put one challenge, you know, who will complete first? Then you say, smartest kid will be that kid. So the Shiva said, you just go around the world and come back here. Who will come here first? Who will that children will be the smartest children. So what Kartik did, he started to run, you know, all the world, you know. And what Ganapati did, he just round his mother and father's round, one round. So Shiva is very impressed. You know? So Shiva said, yeah, yes, you are. Then Kartik came. So Kartik, I came first, so I am the smartest children. So Shiva said, no, I like Ganapati what he did. You know, he just so Kartik again, he get angry. So he left from there. And he came here, he had tapas, that's why this cave name is Kartik Cave. And his mother is, you know, searching him a lot of time. So Parvati also came here by search. After a lot of years, so Kartik said, no, I will not come back. Again he was, you know, angry, so he throw his, you know, Trishul. Yeah. The Trishul he throw in a rock. So from there, you know,
it's like Kheer. This place name is Kheer Ganga. So Kheer means it's like milk, something kind of milk. Milk porridge. Yeah. So it has flowing from that raw. That's what is called Kheer Ganga. Okay, nice. Every cave in India have this. Yes, yeah, story. like Yeah. Mini story. ആടുകളെയും കൊണ്ട് ആട്ടിടയന്മാർ നാടിറങ്ങുന്ന സമയമാണ്. കാട്ടിലേക്ക് കഴിഞ്ഞ് 3 മാസം മുമ്പ് പോയവർ തിരിച്ചിറങ്ങുന്ന സമയമാണ് ഇപ്പോൾ. കാരണം ഇനി മഞ്ഞുകാലം വരാൻ പോയതുകൊണ്ട് ക്ലൈമറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഇനി എല്ലാവരും തിരിച്ചിറങ്ങുന്ന സമയം. നമ്മുടെ കഥയിലെ ഹോട്ട് സ്പ്രിങ് കാണാൻ പോവുകയാണ്. ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് നല്ല ചൂടുവെള്ളം. രണ്ട് വർഷം മുമ്പ് വരെ ഇതൊരു പൂളായിട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നെ ആളുകൾ ടൂറിസ്റ്റ് അവിടെ വന്ന് ഒരുപാട് വൃത്തികേടാക്കുന്നതുകൊണ്ട് അവർ ആ പൂള് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ കുളിക്കാൻ പാകത്തിനുമാക്കി റെഡിയാക്കി വെച്ചു. കുളി കഴിഞ്ഞ് ഗുഹ കാണണം എന്ന് പറഞ്ഞിട്ട് അവര് പോയി. ഞാനും പ്രിൻസും താഴേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് ആ ഗുഹക്ക് കൂടി കയറാനുള്ള ആരോഗ്യമില്ലായിരുന്നു. വൈകുന്നേരം ആയതോടുകൂടി പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിലിരുന്ന് ഓരോ കഥകൾ പറഞ്ഞു. ഓരോ നാട്ടിലെ ട്രക്കിംഗ് കഥകൾ, ഓരോ ആളുകളുടെ ജീവിതം, അവരുടെ രീതി, അവരെങ്ങനെ ഇന്ത്യയിൽ വന്നു, എത്ര പ്രാവശ്യം വന്നു. നമ്മളെ കൂടെയുള്ള പോള് 92-ലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. അന്ന് ഞാൻ ജനിച്ചിട്ട് പോലില്ല. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. രാത്രി 7:30-8 മണി ആയതോടുകൂടി തന്നെ ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ് നാളത്തേക്കുള്ള ബ്രീഫിങ് നമ്മുടെ ലീഡർ ശുഭം ഭായി തന്നു. നല്ല ക്ഷീണം, ഒന്ന് കിടക്കട്ടെ.